ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട പ്രസംഗം എന്നുള്ള നിലയിൽ നാം കാണുന്ന ഗിരിപ്രഭാഷണമാണ് ഈ ക്ലാസ്സുകളിൽ നാം പഠന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനമായും ഈ വിഷയത്തിൻ്റെ മുഖവുര എന്നുള്ള നിലയിൽ അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പ്രാധാന്യവും എന്നുള്ള നിലയിൽ പല കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. എന്നാൽ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ പ്രതിവാക്യം എന്നുള്ള നിലയിൽ നാം ഓരോ വേദഭാഗത്തിലൂടെയും ഇതിൻ്റെ പഠനം തുടരുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭ സ്ഥലത്ത് നാം കാണുന്നത്, അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവിടെ കർത്താവ് ഇരുന്ന മലയുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. ഏത് മലയിലാണ് കർത്താവ് കയറിയത്, ഏത് മലയിലാണ് കർത്താവ് ഇരുന്നത്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ മുഖവുര പറഞ്ഞതായ സമയത്തോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വലിയ ഒരു പുരുഷാരം ഇതിനു മുമ്പ് തന്നെ കർത്താവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വലിയൊരു പുരുഷാരം, അവർ പ്രധാനമായും രോഗശാന്തിയാണ് ഇവിടെ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ രോഗികളെ കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവരുന്നു, അവർ സൗഖ്യമാകുന്നു. ഇങ്ങനെ രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആളുകൾ കൂട്ടം കൂട്ടമായി ദൂരദിക്കുകളിൽ നിന്നുമൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഈ സമയത്താണ് ഇവരിൽ നിന്നും വേറിട്ട് കർത്താവ് ഈ മലമുകളിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ കർത്താവ് അവിടെ മലമുകളിലേക്ക് കയറിപ്പോകുന്ന ഈ സ്ഥലം നാം മധ്യപൂർവ്വദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ നാടിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഈ കർത്താവ് ഇരുന്ന മല എന്ന് പറയുന്നത് ഗലീല കടലിൻ്റെ വടക്ക് വശം എന്നുള്ള നിലയിൽ വേണം നാം ചിന്തിക്കുവാൻ. ഗലീല കടലിൻ്റെ വടക്ക് സൈഡ് എന്ന് പറയുന്ന, വടക്ക് വശം എന്ന് പറയുന്നത് മലകളാൽ നിബിഡമാണ്. ഉയർന്നും പൊങ്ങിയുള്ള പല മലകൾ അവിടെയുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു മലയിലാണ് കർത്താവ് കയറിയത് എന്ന് വേണം നാം ചിന്തിക്കുവാൻ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. എന്നാൽ പിന്നീട് കർത്താവായ യേശുക്രിസ്തു ഇരുന്ന് ഗിരിപ്രഭാഷണം നടത്തുന്ന സ്ഥലം എന്നുള്ളതായ നിലയിൽ, മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ളതായ നിലയിൽ, ഈ ഭാഗ്യാവസ്ഥയുടെ മല എന്നുള്ള നിലയിൽ ഈ മലയെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. ആ നിലയിലാണ് ഇസ്രായേലിലേക്ക് സന്ദർശനത്തിന് പോകുന്ന ആളുകൾ ഈ മലയെ കാണുന്നതും അവിടുത്തെ ടൂർ ഗൈഡുകൾ അവർക്ക് വിശേഷിപ്പിക്കുന്നതും ആ നിലയിലാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ മലയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോടും അവിടെ പിന്നീട് കൂടെ ഇരുന്ന പുരുഷാരത്തോടും പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ആ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ഈ ക്ലാസ്സിൽ പഠന വിഷയമാക്കി തുടങ്ങുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. നേരത്തെ ഉള്ളതായ വേദഭാഗത്തു നിന്നും പുരുഷാരത്തിൽ നിന്നും അല്പം വേറിട്ട്, അല്ലെങ്കിൽ ഈ രോഗികളും അതുപോലതായ ആ വിഷയങ്ങൾക്ക് ഒരല്പസമയത്തേക്ക് ഒരു ഇടവേള കൽപ്പിച്ചതിന് ശേഷം കർത്താവ് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി. ഈ കർത്താവ് മലമുകളിലേക്ക് കയറിയ കൂടെ അവിടെ ശിഷ്യന്മാർ നിശ്ചയമായും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവിടെ പറയുന്നു, കർത്താവ് ഇരുന്ന ഉടനെ തന്നെ അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പോൾ കർത്താവ് മലമുകളിലേക്ക് കയറി, കർത്താവ് ഇരുന്നു. അതിനുശേഷം ശിഷ്യന്മാർ അടുത്ത് ഇരുന്നു. ഇതിന് ശേഷമായിട്ട് പുരുഷാരത്തെക്കുറിച്ച് ഈ ഇടഭാഗങ്ങളിലേക്കും പറയുന്നില്ല. എന്നാൽ നിങ്ങൾ എന്നുള്ളതായ പദപ്രയോഗം കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ 7-ാം അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, അല്ലെങ്കിൽ ഇവൻ്റെ വായിൽ നിന്ന് വന്നായ ഈ വചനം കേട്ടിട്ട് ഈ പുരുഷാരം അതിശയിച്ചു, വിസ്മയിച്ചു എന്നുള്ളതാണ് അവർ അവിടെ കാണുന്നത്. അവർ പറയുന്നു, ഞങ്ങളുടെ ശാസ്ത്രിമാരെ പോലെയൊന്നുമല്ല, ഇവൻ വളരെ അധികാരത്തോടു കൂടിയാണല്ലോ സംസാരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം നാം ഇവിടെ അറിയണം, ഇവിടെ വലിയ പുരുഷാരമുണ്ടെങ്കിലും ഈ സമയങ്ങളിൽ കർത്താവ് സംസാരിച്ചുകൊണ്ട് തുടങ്ങിയതിന് ശേഷം അവസാനിപ്പിക്കുന്നത് വരെ രോഗികളെ സൗഖ്യമാക്കുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ഭാഗത്ത് നടക്കുന്നില്ല. എന്നാൽ ഈ അല്പ രസകരമായി നമുക്ക് ചിന്തിച്ചാൽ, രോഗികൾ കർത്താവിന് വേണ്ടി താഴ്വരയിൽ കാത്തു നിന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. കാരണം 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവൻ മലയിൽ നിന്നും ഇറങ്ങി എന്ന് പറയുന്ന ഭാഗത്തും, കർത്താവ് മലയിൽ നിന്നും ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ആദ്യം എതിരേറ്റ് വരുന്നൊരു കുഷ്ഠരോഗിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ രോഗികൾ കൂട്ടമായി സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് കർത്താവ് മലയിലേക്ക് കയറിപ്പോയത്. അപ്പോൾ മലയിൽ നിന്നും കർത്താവ് ഇറങ്ങി വരുമ്പോൾ
ഈ രോഗികൾ, കർത്താവിനെ കൊണ്ട് ആവശ്യമുള്ളതായ ഈ രോഗികൾ അവർ കർത്താവിന് വേണ്ടി കാത്തു നിന്നു എന്ന് നാം ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, അവൻ ഇരുന്ന ശേഷം. ഇത് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ, ഓരോ വാക്കുകൾക്കും പ്രത്യേകതയുണ്ട്. ഓരോ വാക്കുകളുടെയും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കർത്താവ് ഇരുന്നു. ഒറ്റ വായനയിൽ ഗിരിപ്രഭാഷണം വായിച്ചു വിടുന്നയാൾ അവൻ ഇരുന്ന ശേഷം എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ കർത്താവ് അവിടെ ഇരുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് റബിമാർ ഇരുന്നു കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അവർ അവതരിപ്പിക്കുന്നത്. നിന്നുകൊണ്ട് സംസാരിക്കുന്ന രീതി കൊണ്ട്, നടന്നു പോകുന്ന വഴിയിൽ സംസാരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളും കാഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് അത്രമാത്രം പ്രാധാന്യമേ ഉള്ളൂ. എന്നാൽ ഒരു റബി ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇരുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തുവിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു ഇരുന്ന ഉടനെ തന്നെ ശിഷ്യന്മാർ അടുത്തു വന്നു എന്നുള്ളത് നാം കാണുന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഈ ശിഷ്യന്മാരും പുരുഷാരും അവിടെ അടുത്ത് വരികയാണ്. അപ്പോൾ അടുത്തതായിട്ട് നാം കാണുന്നത് അവിടെ മത്തായി ഇപ്രകാരം പറയുന്നു, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചല്ലോ, കർത്താവ് തന്നെയാണോ ഇതിൻ്റെ ഓദർ എന്നുള്ളത്? യേശു ക്രിസ്തുവിൻ്റെ തന്നെ പ്രസംഗമാണോ? അപ്പോൾ അതാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്നെ മത്തായി പറയുകയാണ്, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞത്. അപ്പോൾ കർത്താവ് വാ തുറന്ന് ഇരുന്നതിന് ശേഷം അവൻ്റെ തിരുവായി മൊഴിഞ്ഞ് അവരോട് തിരുവാക്കുകൾ അല്ലെങ്കിൽ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതായ നിലയിൽ, അല്ലെങ്കിൽ കർത്താവ് സംസാരിച്ചു എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മത്തായി ഈ പ്രഭാഷണത്തിൻ്റെ ആമുഖം കുറിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്, അതുപോലെ തന്നെ പുരുഷാരവും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നുള്ളതാണ്. ഞാൻ ആ ആത്മാവിൽ ദരിദ്രർ എന്നുള്ളതായ വിഷയം അത് പഠന വിഷയമാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ ഈ പറയപ്പെടുന്ന ഈ ഭാഗത്തെ ആശയങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ളതല്ല. വരുവാനുള്ള യുഗം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ വാഴുന്ന സഹസ്രാബ്ദം അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ, പ്രവചന പുസ്തകങ്ങളിൽ നാം കാണുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുന്ന 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിൽ അന്ന് പ്രസക്തമായ കാര്യങ്ങളാണ് ഇത് എന്ന് ചിന്തിക്കുന്ന ചില ചിന്തകന്മാരെങ്കിലും ഉണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ ചിന്തകന്മാരിൽ ചിലർ. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ഇത് 1000 ആണ്ടിലെ കാര്യമല്ല. ഇതിന്ന് അല്ലെങ്കിൽ നാം ജീവിക്കുന്ന അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് അന്നുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മുതൽ ഇന്നും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന സമൂഹത്തോടുള്ള ബന്ധത്തിൽ പ്രസക്തമായി തന്നെ ഇന്നും ഇത് തുടരുന്നു എന്ന് വേണം നാം കരുതുവാൻ. കാരണം ഈ സന്ദേശത്തിൻ്റെ ഒരു ഭാഗത്തും ഇത് വരുവാനുള്ള നാളിലേക്കുള്ള കാര്യമാണെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ സഹസ്രാബ്ദം എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു സൂചനയും കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ നൽകുന്നില്ല. രണ്ടാമതായിട്ട്, സഹസ്രാബ്ദ കാലത്തിൽ ജീവിച്ചിരിക്കുന്നവരോടല്ല, തൻ്റെ ചുറ്റും നിന്ന് ആളുകളോടാണ് കർത്താവ് സംസാരിച്ചത്. അവരോട് പറയുമ്പോഴാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്ന് കർത്താവ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ആ വാക്ക്, നിങ്ങൾ 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 എന്നുള്ളതായ നിലയിൽ. അപ്പോൾ വരുവാനുള്ള ഒരു യുഗത്തെ കണ്ടുകൊണ്ടല്ല കർത്താവ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ 1000 ആണ്ടിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വരുവാനുള്ള 1000 ആണ്ട് വാഴ്ചയെ കണ്ടുകൊണ്ടല്ല കർത്താവ് സംസാരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലെ ആശയങ്ങൾ, നാം ഈ ചിന്തിക്കുന്ന ഈ ആശയങ്ങൾ, ഇപ്പോൾ നാം വായിച്ചതായ ആത്മാവിൽ ദരിദ്രർ എന്ന് മുതൽ തുടങ്ങുന്ന ഇതിലെ ആശയങ്ങൾ
സഹസ്രാബ്ദം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നാം മാറ്റിവെച്ചാൽ ഈ ഗിരിപ്രഭാഷണത്തിലെ പല ഭാഗങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് വരും. കാരണം ഈ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് പറയുന്ന അവസാന ഭാഗത്ത് പറയുന്നത്, എൻ്റെ നാമനിമിത്തം നിങ്ങളെ ദുഷിക്കുകയും പഴിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സഹസ്രാബ്ദത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തു വാഴുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ഭൂമിയിൽ യാതൊരു അകൃത്യത്തിനും യാതൊരു സ്ഥാനവുമില്ലാതെ 1000 ആണ്ട് കർത്താവ് വാഴുമ്പോൾ അവിടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ ആര് ഉപദ്രവിക്കാനാണ്? അപ്പോൾ അത് സഹസ്രാബ്ദ കാലത്തെ ഒരു വിഷയമായി ഇരിക്കുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഗിരിപ്രഭാഷണം. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, സഹസ്രാബ്ദ കാലത്ത് ഭിക്ഷക്കാരില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം കർത്താവ് വാഴുന്ന ആ 1000 ആണ്ടെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും സുഭിക്ഷമായ കാലമാണ്. യാചകർ അല്ലെങ്കിൽ ഭിക്ഷക്കാർക്ക് യാതൊരു സ്ഥാനവുമില്ല. കാര്യം അവരില്ല, അങ്ങനൊരു സമൂഹം അന്നത്തെ കർത്താവിൻ്റെ വാഴ്ചയിലില്ല എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെ ഇതിലെ ആശയങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്. ഇതിലെ ആശയങ്ങൾ ഇതര സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ പൗലോസ് ഉൾപ്പെടെയുള്ളതായ ലേഖനകർത്താക്കളും ഇത് ആവർത്തിക്കുന്നുണ്ട് അവരുടെ ലേഖനങ്ങളിൽ. സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ, വ്യക്തികൾക്ക് ലേഖനം എഴുതുമ്പോൾ, ആത്മീയമായി പ്രബോധിപ്പിച്ചെഴുതുമ്പോൾ ഒക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ആശയങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലും ഇത് ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് വേണം നാം കരുതുവാൻ. ഇനിയും അടുത്തതായിട്ട് നമുക്ക് പൂർണ്ണ വിജയം ഇതിന്മേൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതായത് ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധ്യമല്ല, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. ഇത് നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്ന നിലയിലുള്ളതായ കാര്യങ്ങൾ. എന്നാൽ നാം അത് ഓർക്കണം, വേദപുസ്തകത്തിൽ ഗിരിപ്രഭാഷണത്തിൽ മാത്രമല്ല അങ്ങനെയുള്ളതായ ആശയങ്ങളുള്ളത്. വേദപുസ്തകത്തിൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, റോമാലേഖനത്തിലും എഫേസ് ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലും ഒക്കെ എബ്രായ ലേഖനത്തിലും ഒക്കെ നാം പോകുമ്പോൾ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന പല ആശയങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ അത്ര എളുപ്പമല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് മനസ്സിലാകും. ആ നിലയിലുള്ളതായ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതായത് റോമാലേഖനം 13 ഉദാഹരണം ഞാൻ പറയാം. റോമാലേഖനം 13 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതത്ര എളുപ്പമുള്ള കാര്യമാണോ? ജഡമെന്ന് പറയുന്നത് ജഡത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ളതാണ് സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിന് വേണ്ടി ചിന്തിക്കരുത് എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും അത് ആവർത്തിക്കട്ടെ, ഇതൊക്കെ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർക്ക് ദൈവാത്മാവിനാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സാധ്യതമായി ഇരിക്കുന്നു എന്നുള്ളത് വേണം നാം കരുതുവാൻ. അതുപോലെ തന്നെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം. ഈ 2 കൊരിന്ത്യർ 7 അധ്യായം 1 വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് ഏറെ നല്ലത്. ഇതെങ്ങനെ സാധ്യമാകുന്നൊരു കാര്യമാണ്? കാരണം ആ പൗലോസ് തന്നെ പറഞ്ഞു, ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയും ഓരോരുത്തർക്ക് അവളുടെ ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ഭാഗം വേറെ കിടക്കുന്നു. അപ്പോൾ ഒരു വാക്യം മാത്രം എടുത്ത് അല്ലെങ്കിൽ ഒരു വാക്യത്തിലെ ഒരാശയം മാത്രം എടുത്ത് ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയേണ്ട കാര്യം ഇല്ല എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനം 1 അധ്യായം 9 മുതൽ 10 വരെയുള്ള ആ വാക്യങ്ങൾ, കൊലോസി ലേഖനം 3 അധ്യായം 1-2 വാക്യങ്ങൾ, എബ്രായ ലേഖനം 12 അധ്യായം 14 വാക്യം, 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ, ഇതെല്ലാം അല്പ ഉദാഹരണങ്ങളായിട്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇതെല്ലാം അല്പം കഠിനമായ അല്ലെങ്കിൽ ഡീപ്പായിട്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഗിരിപ്രഭാഷണത്തിൽ ഡീപ്പായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് പ്രസക്തമല്ല, വരുവാനുള്ള സഹസ്രാബ്ദത്തിൽ പ്രസക്തമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാനുള്ളതല്ല. ചുരുക്കത്തിൽ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഒരു കാരണവശാലും ഇത് സഹസ്രാബ്ദത്തിന് വേണ്ടിയുള്ളതല്ല. ഇത് ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവിനാൽ ലഭിച്ച അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അരുളി ചെയ്ത തിരുവചനങ്ങൾ എന്നുള്ള നിലയിൽ ഉൾക്കൊള്ളേണ്ടതായ ഭാഗങ്ങളാണ്. ഇവിടെ അടുത്തായിട്ട് ഒന്നാമതായിട്ട് ഈ ഭാഗ്യവർണ്ണനയെക്കുറിച്ച് പറയുമ്പോൾ 8 അവസ്ഥകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 9 വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 8 വിഷയങ്ങൾ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞു തുടങ്ങി 8 കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചും വേദശാസ്ത്രരുടെ ഇടയിൽ വളരെ രസകരമായ അഭിപ്രായങ്ങളുണ്ട്. ചിലർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഈ 8-ൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 8 കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നതല്ല, 8-ൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ നിലയിലല്ല.
ആത്മാവിൻ്റെ വരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും അല്ലെങ്കിൽ ആത്മാവിൻ്റെ എല്ലാ വരങ്ങളും എന്ന് പറയുന്നത് ഒരാളിൽ തന്നെ എല്ലാം കൂടെ ലഭിക്കണമെന്നില്ല. എന്നാൽ ഇവിടെ ഈ ഗിരിപ്രഭാഷണത്തിലെ ആശയം എല്ലാവർക്കും ബാധകമാണ്. അതിലെ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം എന്ന് പറയുന്നതല്ല, പ്രായോഗികമായി വർദ്ധിച്ചു വരുവാൻ അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിൽ ഓരോ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് അതിനുശേഷം അടുത്ത വിഷയത്തിൽ പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ 8 വിഷയങ്ങളിലും വളർച്ച പ്രാപിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അതൊരു പ്രായോഗികമാക്കാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമുള്ള കാര്യമല്ല, അത് വേറൊരു ആശയം. എന്നാൽ പരിപൂർണമായും ഒരെണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി ഭാഗങ്ങൾ ത്യജിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് പറ്റുന്ന ഏത് ഭാഗമാണ് എന്ന് നോക്കിയിട്ട് ഒരെണ്ണം മാത്രം പിക്ക് ചെയ്തിട്ടും ബാക്കി മാറ്റി വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ഒരിക്കലും അങ്ങനല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ഇതെല്ലാം നമുക്ക് ബാധകമാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഇവിടെ ഭാഗ്യാവസ്ഥകൾ എന്നുള്ളതിന് വേണ്ടി ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന വാക്ക് ആണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ ആ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഇതിനുപയോഗിച്ചിരിക്കുന്ന ആ വിഷയം നാം പഠിക്കുമ്പോൾ ഭാഗ്യാവസ്ഥയുടെ ഒരു പ്രത്യേകമായ സ്റ്റേജാണ്. ഇത് മലയാളത്തിൽ ഒരു വാക്കിൽ ഇത് പരിചയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷിലും ബുദ്ധിമുട്ടുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആത്മീയമായ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ ഒരു സന്തോഷത്തിൻ്റെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സ്റ്റേജാണിത്. ഇതൊരു ലത്തീൻ ബിയാറ്റസ് എന്ന് പറയുന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ഓർക്കണം. അതൊരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതായ നിലയിൽ അല്ലെങ്കിൽ സന്തുഷ്ടിയുടെ ഒരവസ്ഥ എന്നുള്ളതായ നിലയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിൽ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. ദാരിദ്ര്യം ഒരു ശാപമാണ്, സമ്പത്ത് ഒരു അനുഗ്രഹമാണ്. ഇതാണ് പൊതുവെ എല്ലാവരുടെയും കാഴ്ചപ്പാട്. എന്നാൽ ഇവിടെ പറയുന്നു ദാരിദ്ര്യം അനുഗ്രഹമാണ് എന്നാണ് ഇവിടുത്തെ ആശയം. അപ്പോൾ ലോകത്തിൽ മനുഷ്യൻ സാധാരണ ചിന്തിക്കുന്നതിൻ്റെ നേരെ വിരുദ്ധമായ നിലയിലാണ് ഈ ഭാഗ്യാവസ്ഥകളെ കർത്താവ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ലോകത്തിൽ മെറ്റീരിയലായിട്ടുള്ളതായ പോവർട്ടി ആണോ ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങളുള്ളതായ ദാരിദ്ര്യമാണോ ഇവിടുത്തെ വിഷയം? ഒരിക്കലുമല്ല. ഇവിടുത്തെ വിഷയം ആത്മീയമാണ്. ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ ആത്മീയമായ വിഷയങ്ങളിലുള്ളതായ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ ആത്മീയമായി ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളതായ ദാരിദ്ര്യമാണ്, അല്ലാതെ ഭൗമിക വിഷയങ്ങളല്ല. ഭൗമികമാക്കി ചിത്രീകരിക്കുന്ന ആളുകളുണ്ടോ? ഇനിയും കർത്താവായ യേശു ക്രിസ്തു ധനത്തിനെതിരായിരുന്നില്ല ഒരിക്കലും. എന്നാൽ അതേസമയം ധനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ കർത്താവ് ശാസിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കർത്താവിൻ്റെ അരികിൽ കടന്നു വന്നതായ ഒരു യുവസ്നേഹിതൻ, അവൻ കർത്താവിൻ്റെ അരികിൽ വന്നേച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവനെ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കർത്താവ് പറഞ്ഞു അവനോട്. അവൻ വലിയ സമ്പത്തുള്ളവനാകിയാൽ വളരെ ദുഃഖത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കർത്താവ് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതോ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞു. ആ പ്രയോഗം കൊണ്ട് ധനവാൻ സ്വർഗത്തിൽ പോവുകയില്ല എന്നർത്ഥമില്ല. എന്നാൽ ധനവാനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ധനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഏത് നിലയിലും പണം സമ്പാദിക്കണം എന്ന് മാത്രം ചിന്തയുള്ള, എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം പ്രഥമ സ്ഥാനം പണത്തിന് നൽകുന്ന, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന വിഷയത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം എല്ലാറ്റിലും ഉപരിയായി ഈ ദ്രവ്യത്തിന് കൊടുക്കുന്ന, പണത്തിന് കൊടുക്കുന്ന, അതിൻ്റെ മോഹത്താൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. കാരണം കർത്താവ് ഒരിക്കലും ധനവാന്മാരെ അടച്ചല്ലത് പറഞ്ഞത്. ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധനവാന്മാരെ കർത്താവ് പ്രശംസിച്ചു. എന്നാൽ നമുക്ക് തന്നെ അറിയാം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിൽ വെച്ചു എന്ന് പറയുന്നതോ, ക്രൂശിൽ നിന്നും കർത്താവിൻ്റെ ശരീരം ഇറക്കി കല്ലറയിൽ വെച്ചു. അരിമത്യക്കാരനായ യോസേഫിന് വേണ്ടി നിർമ്മിച്ചിരുന്ന കല്ലറയിൽ വെച്ചു. യോസേഫ് ഒരു ധനികനായിരുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നതായ റോമൻ സെഞ്ചൂറിയൻ ശതാധിപൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു. അവനൊരു ധനികനായിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ ഫിലേമോൻ എന്ന് പറയുന്ന ഫിലേമോൻ പൗലൂസ് എഴുതുന്ന ഒരു ലേഖനമുണ്ട്. ആ ഫിലേമോൻ ധനികനായിരുന്നു. അങ്ങനെ ധനവാന്മാരുടെ കാര്യങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബ്രഹാം
കുറിച്ച് നാം പഠിക്കുമ്പോൾ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, വലിയ ധനവാനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ധനമെന്ന് പറയുന്ന വിഷയമല്ല, ധനത്തോടുള്ള ആർത്തി, ധനത്തോടുള്ള മനോഭാവം, ധനത്തിൻ്റെ വിനിമയം, ധനം കൊണ്ടുള്ള ക്രയവിക്രയം, ഇതെല്ലാം ദൈവം നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ പണത്തിൽ, നമ്മുടെ ധനത്തിൽ ദൈവത്തിന് വേണ്ടിയും ദൈവിക വിഷയങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നാം ചെലവഴിക്കുന്നെങ്കിൽ, വിനിയോഗിക്കുന്നെങ്കിൽ, ദൈവരാജ്യത്തിന് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നെങ്കിൽ ധനവാനെക്കുറിച്ച് യാതൊരു ദോഷവും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനില്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇവിടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന, ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചല്ലോ, ദാരിദ്ര്യം ഒരു ശാപമാണെന്ന് കരുതുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ധനവാൻ അവൻ്റെ സമ്പത്തിൽ തൃപ്തി വരാതെ വീണ്ടും വീണ്ടും സമ്പത്ത് കൂട്ടണമെന്നുള്ള ആഗ്രഹമാണ് ധനവാനെ ഭരിക്കുന്നതെങ്കിൽ അവൻ ദരിദ്രനാണ്. ഞാൻ വീണ്ടും പറയാം, അവൻ്റെ ഉള്ള സമ്പത്തിൽ അവന് തൃപ്തിയില്ല, വീണ്ടും ഉണ്ടാക്കണം, വീണ്ടും കൂട്ടി വെക്കണമെന്നുള്ളതായ ആഗ്രഹമാണ് ധനവാനെ ഭരിക്കുന്നതെങ്കിൽ ആ ധനവാൻ ദരിദ്രനാണ്. ഇനിയും ഒന്നുമില്ലാത്തൊരു ദരിദ്രൻ അവന് വീണ്ടും അവനൊന്നുമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർജിക്കണം എന്നുള്ളതായ നിലയിൽ ദ്രവ്യം സമ്പാദിച്ച് കൂട്ടുന്നതിനുള്ളതായ ആഗ്രഹം അവനെ ഭരിക്കുന്നെങ്കിൽ അവനും ഈ അവസ്ഥയിൽ തന്നെ കഴിയുന്നവനാണ്, അവൻ ദരിദ്രനാണ്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടുകൂടി ഇരിക്കുന്ന മനോഭാവമാണ്. അത് ദരിദ്രനും ചെയ്യാൻ കഴിയും, ധനവാനും ചെയ്യാൻ കഴിയും. ധനവാന് അവൻ്റെ അവസ്ഥയിൽ തൃപ്തനായിരിക്കുവാൻ കഴിയും, ദരിദ്രന് അവൻ്റെ ഉള്ള അവസ്ഥയിൽ തൃപ്തിയായിരിക്കാൻ അവനും കഴിയും. അപ്പോൾ ആ മനോഭാവമാണ് ദൈവം പ്രശംസിച്ച് പറയുന്നത് എന്നുള്ളത് മറ്റ് വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വാക്ക്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയം, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ആത്മാവിൽ ഉള്ളതായ ദാരിദ്ര്യം. ഇവിടെ 2 ഗ്രീക്ക് വാക്കുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് വാക്കുകൾ എന്ന് പറയുന്നത് ടോക്കോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ടോക്കോസ് എന്ന് പറയുന്ന വാക്ക് ആണ് ഈ ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ടോക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. ടോക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് യാതൊരു നിവൃത്തിയുമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതായ നിലയിൽ ഭിക്ഷയാചിച്ച് കഴിയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കൂടിയ വിശേഷണമാണ് ടോക്കോസ് എന്ന് പറയുന്ന പദം, ഏറ്റവും കൂടിയ അവസ്ഥ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ആളുകളെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ടോക്കോസ്. അവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് അവരുടേതായ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് വഴി പോകുന്ന ആളുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ യാചിച്ച് മേടിച്ച് ഒക്കെ ജീവിക്കുന്നവർ. മാത്രമല്ല അവരെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിലെ അന്നത്തെ ജീവിത രീതിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: അവരുടെ ഒരു കൈ കൊണ്ട് അവർ മുഖം മറയ്ക്കുമായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു വസ്തു പിടിച്ച് മുഖം മറച്ചുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് അവർ ഭിക്ഷ യാചിക്കുന്നത്. കാരണം ഇതാരാണെന്ന് മറ്റുള്ളവർ അവരുടെ മുഖം കാണുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. കാര്യം ഭിക്ഷ യാചിക്കുകയാണ്. അപ്പോൾ ഭിക്ഷ യാചിക്കുമ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ മുഖം കാണരുതെന്ന് പറഞ്ഞ് കൈ നീട്ടുന്ന ഒരു രീതിയിലുള്ള അത്രമാത്രം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് ടോക്കോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിൽ തന്നെ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ആലയത്തിൽ വഴിപാടിടുന്ന ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയും. ഒരു ദരിദ്രയായ സ്ത്രീ 2 വെള്ളിക്കാശ് വഴിപാടിടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ദരിദ്രയായ സ്ത്രീ എന്നാണ് ആ സ്ത്രീയെയും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് പെനിക്രോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ രണ്ടും പറയുന്നത് ഈ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. പെനിക്രോസ് എന്ന വാക്കാണ് ആ വിധവയെക്കുറിച്ച് പറയാൻ അവിടെ ഉപയോഗിച്ചത്, ടോക്കോസ് എന്ന വാക്കല്ല. കാരണം ടോക്കോസ് എന്ന് പറയുന്ന വാക്ക് ആളുകളുടെ മുമ്പിൽ കൈനീട്ടി, അല്ലെങ്കിൽ ഒന്നും തങ്ങൾക്കില്ലാത്ത അവസ്ഥയിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകൂ എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ എന്ന് പറയുന്ന ഒരു ലെവലാണ്. എന്നാൽ പെനിക്രോസ് എന്ന് പറയുന്ന ഈ ആലയത്തിൽ വഴിപാടിട്ട് 2 വെള്ളിക്കാശിട്ട സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെനിക്രോസ് എന്ന് പറയുന്ന വാക്കിൽ അവർ ഭിക്ഷ യാചിക്കുന്ന ആളല്ല, അവർക്ക് അല്പമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് ഉള്ളത് അവളിട്ടു. കർത്താവ് അവളെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് ഉള്ളത് അവളിട്ടു. അവൾ ആരോടും കൈനീട്ടിയില്ല, അവൾ ഭിക്ഷ യാചിച്ചില്ല. അവൾക്കുള്ളത് അവൾ ദൈവസന്നിധിയിൽ ആ വഴിപാടിൽ ഇട്ടു, കാഴ്ചയായി അർപ്പിച്ചു എന്നുള്ളതാണ്. അവൾക്കുള്ളത് അവൾ ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് വാക്കുകൾ ഞാൻ ഉപയോഗിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, ടോക്കോസ് എന്ന് പറയുന്ന വാക്കാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായം കൂടാതെ മുമ്പോട്ട് ഒരു ചുവട് പോലും വയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതായ നിലവാരത്തിൽ എത്തി നിൽക്കുന്ന ദാരിദ്ര്യാവസ്ഥ. ദൈവമക്കളെ, നാം ഓർക്കണം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, എൻ്റെ ആത്മീയ അവസ്ഥയിൽ എനിക്ക് സംതൃപ്തിയില്ലാതെ, എൻ്റെ ദൈവമേ, എൻ്റെ ഈ അവസ്ഥയ്ക്ക് എനിക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞു, ദൈവമേ അങ്ങയുടെ സഹായത്താൽ മാത്രമേ എനിക്ക് അടുത്ത് ചുവട് വയ്ക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ ഡിപ്പെൻഡബിലിറ്റി എന്നുള്ളതായ നിലയിൽ ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്ന, ദൈവപുത്രനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന നിലവാരത്തിൽ എത്തുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. നാം ആയിരിക്കുന്നത് ലവോദിക്ക കാലഘട്ടത്തിലാണെന്ന് അറിയാം. നമ്മുടെ ലവോദിക്ക പീരീഡാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ലവോദിക്കയിൽ ഒരു സഭയെക്കുറിച്ച് പറയുന്നുണ്ട്, ആ സഭയുടെ മനോഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സഭയുടെ മനോഭാവം ഇങ്ങനെയാണ്. ലവോദിക്ക സഭയുടെ മനോഭാവം, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനൊരു കുറവുമില്ല എന്നുള്ളതായ നിലയിലാണ്. അതേസമയം ദാരിദ്ര്യമായിരുന്നു. ഉള്ള അവസ്ഥ അറിയാതെ, ഉള്ള അവസ്ഥ കാണുവാൻ കഴിയാതെ ഉള്ളതായ അവസ്ഥ. ദാരിദ്ര്യത്തിലും ഞാൻ സമ്പന്നനാണെന്ന് പറഞ്ഞുകൊണ്ട് സമ്പന്നത അഭിനയിക്കുന്ന ആ നിലവാരം നമുക്കവിടെ കാണുവാൻ കഴിയും. ഇന്ന് ഈ ക്ലാസ് ഞാൻ ഉപസംഹരിക്കുമ്പോൾ, ഇത് നമുക്ക് അടുത്ത ആഴ്ചയിൽ തുടരാം. ഈ വാക്യത്തിൻ്റെ അല്പകാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തുള്ളൂ. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ ഭാഗം തുടരാം. ഇത് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്നേഹിത നിങ്ങളോട് ചോദിക്കട്ടെ, ആത്മീയമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എൻ്റെ ഈ അവസ്ഥ പോരാ, എനിക്ക് ആത്മീയമായി ദൈവത്തെങ്കിൽ നിന്നും ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലണം, എനിക്ക് ദൈവവുമായി കൂടുതൽ അടുത്ത സമ്പർക്കം വേണം, ദൈവികമായ വിഷയങ്ങളിൽ എനിക്ക് സമ്പന്നനാകണം, ആത്മീയമായ വിഷയങ്ങളിൽ എനിക്ക് സമ്പന്നനാകണം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ തൃപ്തനല്ല, എനിക്ക് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. ദൈവികമായ സഹായത്താൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ സഹായത്താൽ മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ എനിക്കിനി മുമ്പോട്ട് നീങ്ങാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ? അതോ എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ആത്മീയതയ്ക്കൊരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ള നിലയിൽ നമ്മുടേതായ സ്വയം തൃപ്തിയിൽ നമ്മൾ കഴിയുകയാണോ? ഞാൻ ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. നിങ്ങളുടെ ആത്മീയ അവസ്ഥയിൽ നിങ്ങൾ സംതൃപ്തരാണോ? അതോ ഒരു വ്യത്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വ്യത്യാസം ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുക, ഉള്ള അവസ്ഥ തുറന്നു പറയുക. നമ്മളെ സമ്പന്നനാക്കുവാൻ, സമ്പന്നനായിരുന്ന ക്രിസ്തു നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വന്നു നമ്മളെ സമ്പന്നരാക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഭാഗം തുടരാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.